എന്താണ് ലോകത്ത് തരംഗമായ ചൈനയുടെ കുഞ്ഞൻ ആപ്പ് ഡീപ്സീക്ക്? ഇത് ചൈനയുടെ ഡീപ്സീക്ക് R1 ചാറ്റ്ബോട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരെ ഞെട്ടിച്ച ഡീപ്സീക്ക്. ലോക കോടീശ്വരന്മാരുടെ ബാങ്ക് ബാലൻസ് ഇല്ലാതാക്കി മുട്ടുകുത്തിച്ച ചൈനീസ് AI വിസ്മയം. ചൈനീസ് എന്ന് കളിയാക്കുന്നവർക്കുള്ള ചൈനയുടെ മറുപടി കുറഞ്ഞ ചിലവിൽ ആർക്കും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു R1 ചാറ്റ്ബോട്ട്. വാൾസ്ട്രീറ്റ് ഇടനാഴികൾ വരെ വിറപ്പിച്ച് കളഞ്ഞു ഈ കുഞ്ഞൻ ആപ്പ്. കഴിഞ്ഞ ആഴ്ച US ഏറ്റവും കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്ത ഫ്രീ ആപ്പ്. ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ വീഴ്ചയേക്കാൾ കോടിക്കണക്കിന് അമേരിക്കക്കാരാണ് ഈ ഡീപ്സീക്ക് ഡൗൺലോഡ് ചെയ്തത്. വൻകിട AI കുത്തകകൾ നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി. ലോക സമ്പന്നർക്ക് AIയെ വിറ്റ് കാശാക്കിയ ലോകത്തെ ശതകോടീശ്വരന്മാർക്ക് ഓഹരി വിപണിയിൽ നഷ്ടമായത് ഒന്നും രണ്ടുമല്ല 9 ലക്ഷം കോടി രൂപ. AI പദ്ധതികൾക്കായി $65 ബില്യൺ വരെ ചിലവഴിക്കാൻ പദ്ധതിയിട്ടതായി മെറ്റ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാർക്ക് സക്കർബർഗ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ 2025 AIക്കായി വൻകിട ടെക് കമ്പനികൾ മുടക്കാനിരുന്നത് $200 ബില്യൺ. ഇതിനിടയിലാണ് ഈ ബില്യൺ പദ്ധതികളൊക്കെ തകർത്ത് തരിപ്പണമാക്കി കുറഞ്ഞ ചെലവിൽ ഒരു AI ചാറ്റ്ബോട്ടുമായി ചൈനക്കാരൻ ഡീപ്സീക്കിന്റെ ഷോക്ക്. ഡീപ്സീക്കിലൂടെ ചൈന ലോക AI വമ്പന്മാർക്ക് നൽകുന്ന ഗുണപാഠം ഇതാണ്: ഒരു ചെലവ് കുറഞ്ഞ ചാറ്റ്ബോട്ട് ഉണ്ടാക്കാൻ വലിയ മൂലധനവും ശക്തിയേറെ ചിപ്പൊന്നും വേണ്ട, കുറച്ച് ബുദ്ധി മാത്രം മതിയെന്ന്. 2023 മുതൽ AI മോഡലുകൾ വികസിപ്പിച്ചു വരുന്ന കമ്പനിയാണ് ഡീപ്സീക്ക്. എങ്കിലും ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ ഡീപ്സീക്ക് എന്ന പേര് അതിവേഗം പടർന്നു പിടിച്ചത്. ഡീപ്സീക്കിന്റെ R1 ചാറ്റ്ബോട്ട് ലോകത്തെമ്പാടുമുള്ള ഡൗൺലോഡ് ചാർട്ടുകളിലും ഒന്നാമതെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച US അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്ത ആപ്പ് എന്ന ബഹുമതിയും ഡീപ്സീക്കിന് ലഭിച്ചത്. ഡീപ്സീക്കിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളൊന്നും അതിൻ്റെ കുറഞ്ഞ ചെലവ് തന്നെയാണ്. 1 ദശലക്ഷം ഇൻപുട്ട് ടോക്കണുകൾക്ക് $15, 1 മില്യൺ ഔട്ട്പുട്ട് ടോക്കണുകൾക്ക് $60 വരെ ഈടാക്കുന്ന OpenAIയുടെ 01 AI ചാറ്റ്ബോട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഡീപ്സീക്കാട്ടെ 1 ദശലക്ഷം ഇൻപുട്ട് ടോക്കണുകൾക്ക് വെറും $0.55 എന്ന നിരക്കിലും 1 ദശലക്ഷത്തിന് വെറും $2.19 എന്ന് ഔട്ട്പുട്ട് ടോക്കണുകൾക്കും നിരക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അതാണ് ചിലവ് കുറഞ്ഞ AI ചാറ്റ്ബോട്ട് എന്ന് പറയുന്നത്. ഡീപ്സീക്കിൻ്റെ ഷോക്കിൽ AIയുമായി ബന്ധമുള്ള 500ഓളം ശതകോടീശ്വരന്മാർക്കാണ് അടിതെറ്റിയത്. ലോക കോടീശ്വരന്മാരിലെ പ്രമുഖർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് 9.34 ലക്ഷം കോടി രൂപ. ബ്ലൂംബർഗിൻ്റെ ബില്യണേഴ്സ് സൂചിക പ്രകാരം എൻവിഡിയയുടെ ഹുവാങ്ങിൻ്റെ സമ്പത്തിലുണ്ടായത് 20% കുറവ്. ഒറാക്കിൾ സ്ഥാപകൻ ലാറി എല്ലിസിന് നേടേണ്ടി വന്നത് 12% കുറവാണ് തൻ്റെ സ്വത്തിൽ നിന്നും. ഡെല്ലിൻ്റെ മൈക്കൽ ഡെല്ലിൻ്റെ സമ്പത്തിൽ $13 ബില്യൺ, ബൈനാൻസ് ഹോൾഡിംഗ്സിൻ്റെ സഹസ്ഥാപകൻ ഷാപ്പെങ്ങിൻ്റെ സ്വത്തിൽ $12 ബില്യൺ അപ്രത്യക്ഷമായി. ശക്തമായ AI മോഡൽ വികസിപ്പിക്കുന്നതിന് വൻതോതിൽ മൂലധന ചെലവ് വേണമെന്നാണ് ഇപ്പോൾ ലോകത്തിലെ തത്വം. അങ്ങനെ ഇരിക്കെ വെറും $5.6 മില്യൺ ചിലവാക്കിയാണ് ചൈനയുടെ ഡീപ്സീക്കിൻ്റെ വരവ്. ChatGPT, ആൻട്രോപിക് ക്ലൗഡ് എന്നിവ ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി ഒരു സ്വതന്ത്ര മോഡൽ വികസിപ്പിക്കാൻ ഡീപ്സീക്കിനായി എന്നതാണ് ആഗോളതലത്തിൽ ഇവരെ ഒന്നാമതെത്തിച്ചതും. എൻവിഡിയ സൃഷ്ടിച്ചതിനേക്കാൾ കുറഞ്ഞ നൂതന അർദ്ധചാലക ചിപ്പുകൾ ഡീപ്സീക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അവരുടെ വിജയവും. വലിയ ബജറ്റുകളും ടോപ്പ് ടയർ ചിപ്പുകളും മാത്രമാണ് AIയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏക മാർഗമെന്ന വിശ്വാസത്തെ അങ്ങനെ ഡീപ്സീക്ക് തകർത്തെറിഞ്ഞു. AI വഴി എൻവിഡിയയാണ് ലോകത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 2023 മുതൽ ഈ ഡീപ്സീക്ക് വന്ന വെള്ളിയാഴ്ച വരെയുള്ള AI ഭൂമിയിൽ ഹുവാങ്ങിൻ്റെ ആസ്തി 8 മടങ്ങ് വർദ്ധിച്ച് $121 ബില്യൺ എത്തിയിരുന്നു. അവിടെ നിന്നുമാണ് 20% കൂപ്പ് കുത്തിയത്. മാർക്ക് സക്കർബർഗിൻ്റെ സമ്പത്താകട്ടെ 385% ഉയർത്തിയത് ഇതേ AI ടൂളാണ്. അങ്ങനെ അത് $229 എത്തിയിരുന്നു. ആമസോണിൻ്റെ സ്ഥാപകനായ ജെഫ് ബെസോസിൻ്റെ സമ്പത്താകട്ടെ 133% വർദ്ധിച്ചത് $154 ബില്യണായത്. എൻവിഡിയയുടെ ഹുവാങ്ങും എലിസണുമൊക്കെ കനത്ത നഷ്ടം നേരിട്ടപ്പോൾ മറ്റ് പ്രമുഖരായ കോടീശ്വരന്മാർ കാര്യമായ പരിക്കേൽക്കാതെ AIയുടെ കത്തിമിന കൊള്ളാതെ രക്ഷപ്പെട്ടത് അവർക്ക് മറ്റ് കച്ചവട സമ്പത്ത് നേട്ടങ്ങളും ബിസിനസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അങ്ങനെ ലോകത്തെ AI കുത്തകകൾക്ക് കനത്തൊരു പണി കൊടുത്തിരിക്കുകയാണ് ചൈനയുടെ ഈ കുഞ്ഞൻ ഡീപ്സീക്ക്.